നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പവിത്രമാക്കപ്പെട്ട മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. മുഹറം മാസത്തിലെ ആദ്യത്തെ ദിനങ്ങളിലും രാവുകളിലൊക്കെ നാം പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ചൊല്ലേണ്ട ദിക്റുകൾ, ദുആകൾ, മുഹറത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ചെയ്യേണ്ട കാര്യം, മുഹറം മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പവിത്രമാക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്നുള്ള സൂറത്തുൽ ഫജ്റിലെ ആദ്യത്തെ ഈ ആയത്തുകൾ, മഹ്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാവുകൾ തന്നെയാണ് സത്യം. ഇത് സൂചിപ്പിക്കുന്നത് മുഹറം മാസത്തെയാണെന്ന് പറഞ്ഞ മഹ്തുക്കളുണ്ട്. മുഹറത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എല്ലാം ദുൽഹിജ്ജയാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്തായിരുന്നാലും മുഹറം മാസം വലിയ പവിത്രതയുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ്. നോമ്പെടുക്കാൻ പറ്റിയ മാസമാണ്. മഹ്തുക്കളായ പണ്ഡിതന്മാരൊക്കെ ഏറ്റവും അധികം നോമ്പെടുത്തിരുന്ന മാസമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അഫ്ളലു സിയാമി ബഅദ റമളാന ശഹറുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഹീഹു മുസ്ലിമിൽ ഈ ഹദീസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ നോമ്പെടുക്കാൻ പറ്റിയ, നോമ്പിന് ഏറ്റവും പുണ്യമുള്ള മാസമാണ് മുഹറം മാസം. ആളുകൾ പറയാറുണ്ട്, മുഹറമിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ കല്യാണവും മറ്റു പരിപാടികളും ഫംഗ്ഷനുകളും ഒന്നും വെക്കരുത് എന്ന്. സംശയം ചോദിക്കാറുണ്ട്, ആ ദിവസങ്ങൾ മോശമായിട്ടാണോ എന്നൊക്കെ. യഥാർത്ഥത്തിൽ മുഹറത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ പരിപാടികളും ഫംഗ്ഷനുകളും കല്യാണങ്ങളും ഒന്നും വെക്കരുത് എന്ന് പറയാൻ കാരണം, ആ ദിനങ്ങൾ മോശമായിട്ടല്ല, ആ ദിനങ്ങൾ ഏറ്റവും പവിത്രമാക്കപ്പെട്ട നല്ല ദിനങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ദിനങ്ങളിൽ മഹ്തുക്കളായ പണ്ഡിതന്മാർ, വലിയ വലിയ ആലിമീങ്ങളൊക്കെ, ആളുകളൊക്കെ നോമ്പിലായിരിക്കും. മുഹറത്തിൽ ആദ്യത്തെ 10 ദിനങ്ങളിൽ നോമ്പെടുക്കൽ വലിയ പുണ്യമുണ്ട്. ആ ദിനങ്ങളിൽ മഹ്തുക്കളായ ആളുകൾ, സ്വാലിഹ്യങ്ങളായ ആളുകളൊക്കെ, അധികം ആളുകളും നോമ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പരിപാടികളിൽ പങ്കെടുക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ 10 ദിനങ്ങളിൽ എന്താവും, കല്യാണങ്ങളും മറ്റു നിക്കാഹുകളും പരിപാടികളൊക്കെ മാറ്റിവെക്കും. മുഹറത്തിലെ 10 ദിനങ്ങൾ, ആദ്യ 10 ദിനങ്ങൾ. മുഹറം 10-ന് ശേഷമാണ് പിന്നീട് പരിപാടികളൊക്കെ വെക്കാറ്. ആ ദിനങ്ങൾ മോശമായതുകൊണ്ടല്ല, നല്ല ദിനങ്ങൾ തന്നെയാണ്. പക്ഷേ നോമ്പെടുക്കാൻ പറ്റിയ ആദ്യത്തെ 10 ദിനങ്ങളൊക്കെ നോമ്പെടുക്കൽ ഏറ്റവും പുണ്യമുള്ള ദിനങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ആ ദിനങ്ങളിലൊക്കെ നോമ്പെടുക്കാൻ ശ്രദ്ധ പുലർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് റമദാനിൽ ഖളാ ആയി പോയ നോമ്പുകളൊക്കെ നോറ്റുവിട്ടാനൊക്കെ പറ്റിയ സന്ദർഭവും സമയവും ഒക്കെയാണ്. നോമ്പെടുക്കുക. ഒന്നാമതായിട്ട് ഈ മുഹറം മാസത്തിൽ നോമ്പിനെ വർദ്ധിപ്പിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. മഹ്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, 10 രാവുകൾ വളരെ പ്രധാനപ്പെട്ട രാവുകളാണ്. ഒന്ന്, റമളാനിലെ അവസാനത്തെ 10. റമളാനിലെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള രാവുകളാണ്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ്. അതുപോലെ തന്നെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, അതും വലിയ പുണ്യമുള്ള 10 രാവുകളാണ്. അതുപോലെ തന്നെ പിന്നെ മുഹറത്തിലെ ആദ്യത്തെ 10 രാവുകൾ, മഹ്തുക്കളായ പണ്ഡിതന്മാർ പറയുകയാണ്, അതും വലിയ പുണ്യമുള്ള, നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന രാവുകളാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ്. അതിലൊരു മാസമാണ് മുഹറം മാസം. അള്ളാഹു പവിത്രമായി കണ്ട, പുണ്യമാക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക. തുടക്കം തന്നെ എന്താവണം, മുഹറത്തിന്റെ തുടക്കം തന്നെ നമ്മൾ നന്നായിരിക്കണം. തുടക്കം നന്നായാലേ ഒടുക്കവും നന്നാവുകയുള്ളൂ. അതുകൊണ്ട് ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, നമ്മൾ മാസം കാണുമ്പോൾ, ഒന്നാമത്തെ രാത്രി നമ്മൾ മാസപ്പിറ കണ്ടാൽ നമ്മൾ ചൊല്ലേണ്ടത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, ശ്രദ്ധിക്കുമല്ലോ. എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാലു റുഷ്ദിൻ വ ഖൈർ എന്നെന്ത് ചെയ്യണം? മാസപ്പിറവി കണ്ടാൽ നമ്മൾ ചൊല്ലണം. അതിനുശേഷം 3 തവണ
ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് എന്നെന്ത് ചെയ്യുക 3 തവണ ചൊല്ലുക. ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് എന്ന് 3 തവണ ചൊല്ലുക. അതിനുശേഷം നമ്മൾ ചൊല്ലേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി ദിൽഹിജ്ജ വജാഅ ബിശഹരി മുഹറം എന്നെന്ത് ചെയ്യുക പറയുക. ഇത് വളരെ പുണ്യമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന കാര്യമാണ്. ആദ്യത്തെ ദിനങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള ദിക്റുകളൊക്കെ ചൊല്ലി നല്ല രീതിയിലായിരിക്കണം മുഹറത്തിന്റെ ആദ്യത്തെ ദിനങ്ങൾ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ആദ്യ രാത്രി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൽ വലിയ പുണ്യമുണ്ട്. സൂറത്തുൽ മുൽക്ക് എന്ത് ചെയ്യുക, മുഹറത്തിലെ ആദ്യ രാത്രി എന്ത് ചെയ്യുക പാരായണം ചെയ്യുക. നാളെ മുഹറം 1 അറിഞ്ഞാൽ ഇന്നത്തെ രാത്രി എന്ത് ചെയ്യുക പാരായണം ചെയ്യുക. അത് വലിയ പുണ്യമുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ രാത്രിക്ക് വലിയ മഹത്വമുണ്ട് മുഹറത്തില്. ആ ദിനങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മൾ ഹയാത്താക്കാൻ ശ്രമിക്കണം. ആ ദിനങ്ങൾ മുഴുവനും സജീവമായി ആദ്യത്തെ ആ രാവ് അത് സജീവമായിട്ട് ഇബാദത്തുകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ശ്രദ്ധ പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, മുഹറത്തിലെ ആദ്യത്തെ ദിനത്തിൽ 113 തവണ ബിസ്മി എഴുതി വെച്ചാൽ ആ വർഷം മുഴുവൻ അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാകുമെന്നാണ്. ഒരു വർഷത്തിന്റെ ഇസ്ലാമികമായ വർഷത്തിന്റെ ആരംഭമാണല്ലോ മുഹറം, നമുക്കറിയാമല്ലോ. ആ ആദ്യ ദിനത്തിൽ 113 തവണ ഒറ്റ അർഫുകളായിട്ട് ഒന്നിച്ചെഴുതരുത്, ഒറ്റ അർഫുകളായിട്ട് എന്ത് ചെയ്യാം ബിസ്മി എഴുതി വെക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ വലിയ കാവൽ നമുക്കതുകൊണ്ട് കരസ്ഥമാക്കാൻ കഴിയും. ഈ വർഷം മുഴുവൻ അള്ളാഹുവിന്റെ ഒരു ഹിഫ്ള് സംരക്ഷണം നമുക്കുണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഹറം മാസത്തിലെ 1-ാമത്തെ ദിവസം നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 360 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യലാണ്. അതിന് വലിയ മഹത്വമുണ്ട്. ആ കൊല്ലം മുഴുവനും ഷെയ്ത്താനിൽ നിന്ന് നമുക്ക് സംരക്ഷണമേകുന്ന ഒരു കോട്ടയാണ് ഇതെന്ന് മഹാനായ അഹ്മദ് ബിൻ സൈനി ദഹ്ലാൻ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ആയത്തുൽ കുർസി എന്ത് ചെയ്യുക, നമ്മൾ പാരായണം ചെയ്യുക. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. സമയദൈർഘ്യം മൂലം അത് പറയുന്നില്ല, സ്ക്രീനിൽ ഞാൻ നൽകാം ആ പ്രാർത്ഥന എന്ത് ചെയ്യുക, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ആദ്യ ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പ്രാർത്ഥന നമ്മൾ 3 തവണ ചൊല്ലിയാൽ ഷെയ്ത്താൻ പറയും മരണം വരെ അവന് അഭയം നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. പിശാചുക്കളിൽ നിന്നും കാവലായി 2 മലക്കുകളെ അവന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഷെയ്ത്താൻ പറയുമെന്നാണ്. മരണം വരെ നമുക്ക് എന്ത് ചെയ്യും, അഭയമാണ്. അതുപോലെ തന്നെ പിശാചുക്കളിൽ നിന്ന് കാവലായി 2 മലക്കുകളെ നമുക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുമെന്നാണ്. അപ്പൊ വലിയ മഹത്വമാണ് ഈ സ്ക്രീനിൽ കാണുന്ന പ്രാർത്ഥന. 3 തവണ നമ്മൾ പാരായണം ചെയ്താൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 360 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. 360 തവണയൊന്നും ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ കുറച്ച് എണ്ണമൊക്കെ എന്ത് ചെയ്യുക, ഒരു 113 തവണയൊക്കെ എന്ത് ചെയ്യുക പാരായണം ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വളരെ പവിത്രമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പ്രധാനമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മുഹറം മാസവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോകളിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഈ മാസത്തിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.